നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ഒട്ടും വിലകൽപ്പിക്കാതെയുള്ള, കാരണം ഒരു പ്രക്ഷോഭം നടത്തി അവരത് വിജയിച്ചു, അതൊക്കെ CJP. പക്ഷേ നീതിന്യായ വ്യവസ്ഥയെ ഒട്ടും വിലകൽപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടെടുക്കുമ്പോൾ അവിടെ തുടരെയുള്ള വക്താവ് സൗരവ്ദാസിൻ്റെയൊക്കെ വെല്ലുവിളികൾ കേൾക്കുമ്പോൾ ഈ പാർട്ടിയുടെ ലക്ഷ്യം എങ്ങോട്ടാണെന്നൊരു സംശയം വീണ്ടും തോന്നുന്നു. കാരണം അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു പ്രക്ഷോഭം നടത്തി, സമരം നടത്തി, അതിലവർ വിജയിച്ചു, അത് ശരിയാണ്. സർക്കാർ അവരുടെ ആവശ്യങ്ങളൊക്കെ എല്ലാം അംഗീകരിച്ചു. മന്ത്രി പുറത്തായി, മന്ത്രി രാജിവെച്ചു. അടുത്ത CBI കുറ്റപത്രം കൊടുത്ത് 13 പേർക്കെതിരെ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ CBI കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. 47 ജീവനക്കാരെ പുറത്താക്കി. പരീക്ഷ നടത്തി അതോറിറ്റിയായ NTA 47 പേരെ പുറത്താക്കി പുതിയ ഒരു സംവിധാനം കൊണ്ടുവന്നു. അതൊക്കെ ചെയ്തു. ഇപ്പോൾ അടുത്തത് E20 ജനതാ പാർട്ടി വരുമെന്നാണ് അടുത്ത പ്രഖ്യാപനം. അത് വേറൊരു കേന്ദ്രത്തിൽ നിന്ന്. അപ്പോൾ ഓരോന്നിനും പ്രതിഷേധം. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. അത് കഴിഞ്ഞ പല ഇതിലും നമ്മൾ കണ്ടായിരുന്നു. കപിൽ സിബിലാണ് ഇവർക്ക് ഇപ്പോൾ ഫണ്ട് ചെയ്യുന്നതിൽ ഒരു വ്യക്തി എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ നിയമ സഹായം ലീഗൽ ഫണ്ടായിട്ട് 1 കോടി രൂപ കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. ഈ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള CJP പോക്ക് അത് എത്രത്തോളം അപകടകരമായിരിക്കും? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരം അനുസരിച്ച് സുപ്രീം കോടതി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിനെ തന്നെ നിയോഗിക്കുകയും ചെയ്യും എന്നൊരു വാർത്തയാണ് നമ്മൾ പുറത്തു വന്നത് ഏറ്റവും ഒടുവിൽ. അപ്പോൾ അതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ താറടിച്ചുകൊണ്ട് ഈ CJPക്കാർ പറയാണ് സുപ്രീം കോടതി ആരാ, സുപ്രീം കോടതിക്ക് ഇതിൽ എന്ത് കാര്യം, സർക്കാർ ഞങ്ങളോട് ഉറപ്പ് തന്നതാണല്ലോ കേസുകൾ പിൻവലിക്കുമെന്ന്. അപ്പോൾ കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് അക്രമവും അവിടെ നടത്താമെന്നാണ്. ഒരു സമരത്തിൻ്റെ പേരിൽ എന്ത് ആഭാസവും കാണിക്കാമെന്നാണോ? ഇതാണ് അവിടെ വരുന്ന ചോദ്യം. ഇതിൽ സുപ്രീം കോടതി വളരെ ഒരു രാജ്യത്തൊരു ക്രൈം നടന്നാൽ അത് കേസ് എടുക്കണം. അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലേ? ഞാനിവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്ന അർത്ഥത്തിലല്ല, ഒരു യൂണിയൻ ടെറിട്ടറി, ഒരു സംവിധാനം, ഭരണ സംവിധാനം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് തീർച്ചയായിട്ടും പോലീസിനെ വച്ചിരിക്കുന്നത് അതിനാണ്. നാട്ടിൽ ക്രമസമാധാനം ഉറപ്പുവരുത്താനും സ്വൈരജീവിതവും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ്. ഈ 145 കോടി ജനങ്ങളും കൂടി വന്ന് അവിടെ ജന്തർ മന്ദറിൽ ഒത്തുകൂടി സമരം ചെയ്തതല്ലല്ലോ. ഇവർ കുറച്ച് പേരല്ലേ? എത്ര പേര് കാണും അതിനകത്ത്? ഒരു 10,000 പേര് കാണും. അതിൽ പങ്കെടുത്ത 2873 പേർ ക്രിമിനലുകളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പോലീസ്. അവരുടെ വിശദാംശങ്ങൾ പുറത്തു വിട്ടു. ഓരോരുത്തരും ഏതൊക്കെ കേസുകളിൽ പ്രതികളാണ്, അതിൽ കൊലക്കേസ് പ്രതികൾ എത്ര, പോക്സോ കേസ് പ്രതികൾ എത്ര, മോഷ്ടാക്കൾ എത്ര, ഇങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ കണക്ക് കൃത്യമായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട് പോലീസ്. അത് അവരുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഈ ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി അത് ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, അതെന്തിനു ഉപയോഗിച്ചു? അത് ഉപയോഗിക്കാനാണ് പോലീസിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു MP, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു MP AA റഹീം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി ഉപയോഗിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയത് റഹീമാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഈ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതല്ലേ. അക്രമം നടത്തിയാൽ നടപടിയെടുക്കണം, അക്രമികളെ തിരിച്ചറിയാൻ അതിന് വേണ്ടുന്ന മാർഗങ്ങൾ ഉപയോഗിക്കും പോലീസ്. അത് ചോദ്യം ചെയ്ത് ഹർജി കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ എന്ത് അക്രമവും കാണിക്കും, എന്ത് തോന്നിയാസവും കാണിക്കും, നിങ്ങൾ ആരും ചോദിക്കാം. ഒരു സുപ്രീം കോടതി ഇങ്ങോട്ട് വരരുത് ചോദിക്കാം. അതെ, അതെ. അപ്പോൾ പറഞ്ഞല്ലോ, സർക്കാർ പറഞ്ഞല്ലോ, ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മുഴുവനും അക്രമകാരികളാണ് എന്ന് ആരും പറഞ്ഞില്ല. ഇതിനകത്ത് കൃത്യമായി രേഖകൾ വെച്ചുകൊണ്ട്, തെളിവുകൾ വെച്ചുകൊണ്ട് അക്രമം കാണിച്ചവരെ അവരെ പൂട്ടാതിരിക്കാൻ പറ്റില്ല. ഈ ശാസ്ത്രീയമായ തെളിവുകളാണ് പോലീസ് എല്ലാ മിക്കവാറുമുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ അവലംബിക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങളുണ്ട്, പിന്നെ ഈ ബയോമെട്രിക്, അതിലേക്ക് ഞാൻ വരുന്നു. പിന്നെ ഫോറൻസിക്. അല്ല, അത് സർക്കാർ അവിടെ നിൽക്കട്ടെ. സുപ്രീം കോടതി ഈ കാര്യത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് അറിയണമല്ലോ. സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഒരു സൂചന കൊടുത്തു. August 3 കേസ് വീണ്ടും പരിഗണിക്കും. അതായത് ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ. അപ്പോൾ പിന്നെ പരാതിയില്ലല്ലോ. പോലീസ് ആണ് അക്രമം കാണിച്ചതെങ്കിൽ അതിൻ്റെ തെളിവുകൾ വരട്ടെ പുറത്ത്. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന കുറേ
നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാനിവിടെ പറയാം, അതെന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ട്, ചാനലുകളെല്ലാം അത് സംപ്രേഷണം ചെയ്തതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാമോ? വേണ്ടത് കൃത്യമായിട്ട് അവർ പറയില്ല. നമ്മുടെ പത്രങ്ങൾ ഉൾപ്പെടെ ഈ ഇപ്പം നമ്മുടെ ചാനലുകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ പോലീസാണ്, പോലീസ് ട്രക്കിൽ കല്ല് കൊണ്ടുവന്ന് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ആൾക്കാർ ടൈല് തട്ടി പൊട്ടിക്കുന്നത്, കല്ലെടുത്ത് ഇടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ആടിനെ പട്ടിയാക്കാൻ കൂട്ടു നിൽക്കരുത് കേരളത്തിലെ മാധ്യമങ്ങൾ. വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നീതിയും ന്യായവും ധർമ്മവും സത്യവും എല്ലാം വരുന്നുണ്ട്. അല്ലാതെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷത്തിന് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നല്ല. അതല്ല ജനാധിപത്യത്തിൻ്റെ അർത്ഥം. ഒരാൾക്കൂട്ടത്തിന് എന്ത് നെറുകേടും കാണിക്കാം, എന്ത് വൃത്തികേടും കാണിക്കാം എന്നല്ല. അത് കേരളത്തിലെ മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ച അന്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി അല്ല വാർത്തകളെ സമീപിക്കേണ്ടത്. തീർച്ചയായും ഞാനിവിടെ സുപ്രീം കോടതിയെ, എനിക്ക് കേന്ദ്ര സർക്കാരിനെയോ ഡൽഹി പോലീസിനെയോ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ ഇവരെ പോലെ തന്നെ ഈ സമരം നടത്തിയ വിദ്യാർത്ഥികളെയും കലാപകാരികളെയും പോലെ തന്നെ അവരെയും മാറ്റി നിർത്താം. സുപ്രീം കോടതി ഈ കാര്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? നമുക്ക് കോടതികളെങ്കിലും നമുക്ക് വിശ്വാസത്തിൽ എടുക്കണ്ടേ? കോടതിയിൽ ഇതെല്ലാം ഈ പറയുന്ന 2 വശങ്ങളും കേട്ടിട്ടല്ലേ കോടതി തീരുമാനമെടുക്കുന്നത്. അല്ലാതെ കോടതി ഏകപക്ഷീയമായി തെളിവുകൾ പരിശോധിച്ച് എല്ലാ രേഖകളും പരിശോധിച്ച് 2 ഭാഗത്തെ വാദവും കേട്ടിട്ടാണ് കോടതി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്, ഒരു വിധി പറയുന്നത്. ആ വിധി പോലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോടതിയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന, കോടതി വിധിയെ നമുക്ക് ചോദ്യം ചെയ്യാം, പക്ഷെ കോടതിയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യരുത്, കോടതികളെ ചോദ്യം ചെയ്യരുത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരെ വെറും 7ാം കൂലികളായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കരുത് ആരും. അത് കടുത്ത തെറ്റാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇവിടെ സുപ്രീം കോടതി ഇങ്ങനെ ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ, ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കാം, അത് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും എന്നൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും 3-ാം തീയതി അത് എനിക്ക് തോന്നുന്നു അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരിക്കും സുപ്രീം കോടതി അടുത്ത തവണ ഹർജി പരിശോധിക്കുമ്പോൾ. ഇപ്പോൾ എല്ലാവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്, സ്റ്റേറ്റുകൾക്ക് വരെ, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാനങ്ങളിലും കേസ് എടുക്കുന്നുണ്ട്. UP, മഹാരാഷ്ട്ര, ആസാം, കേരള ഒക്കെ അയച്ചിട്ടുണ്ട്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് പറയാം. 1, കേസുകളിൽ അന്വേഷണം തുടരാം. അപ്പോൾ പിന്നെ ഈ മന്ത്രിമാർ വന്നു കൊടുത്ത ഉറപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ? അതിന് വല്ല വിലയുണ്ടോ? ഇല്ല. അതായത് രാജ്യത്തെ നിയമവാഴ്ച നിലനിൽക്കണം, അല്ലാതെ ഇത് ഒരു കൂട്ടം കലാപകാരികളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്, ഇട്ടുകൊടുക്കരുത്. ഇതിൻ്റെ കടിഞ്ഞാൺ ഭരണം നിർവഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. 1. 2, അറസ്റ്റ് നടപടികൾ പാടില്ല. എന്നാൽ ഇത് കുറ്റകൃത്യ ചരിത്രമുള്ളവർക്ക് ബാധകമല്ല. അതായത് നിങ്ങൾക്ക് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ അവർക്കെതിരെ കേസുണ്ട്, ശരി, നമുക്ക് കേസ് പരിശോധിക്കാം, അവരെ അറസ്റ്റ് ചെയ്യരുത്. എന്നാൽ കുറ്റകൃത്യ ചരിത്രമുള്ള പശ്ചാത്തലമുള്ളവർക്ക് അത് ബാധകമല്ല. അവരെ അറസ്റ്റ് ചെയ്യാം, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം. അത് 1ാമത്തെ പോയിന്റ്. 2ാമത്, അറസ്റ്റിലായവരിൽ കുറ്റകൃത്യ ചരിത്രമില്ലാത്ത 18 വയസ്സിൽ താഴെയുള്ളവരെ വിട്ടയക്കണം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ് കോടതി ഒന്നുകൂടി ഉറച്ച ശബ്ദത്തിൽ പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യ ചരിത്ര പശ്ചാത്തലമില്ലാത്ത ആൾക്കാരെ വിട്ടയക്കണം, അവരെ അറസ്റ്റ് ചെയ്യരുത്. ഇനി 3, പ്രതിഷേധങ്ങളുടെ CCTV ദൃശ്യങ്ങൾ, ഡ്രോൺ ദൃശ്യങ്ങൾ, ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറ റെക്കോർഡിങ്ങുകൾ, വീഡിയോകൾ, വയർലെസ് ആശയവിനിമയ രേഖകൾ, PCR രേഖകൾ എന്നിവ സംരക്ഷിക്കണം. കോടതി പറയുകയാണ്, ആർക്ക്? പോലീസിനാണ് ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയുണ്ട്. അതായത് അപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങളടക്കം സംരക്ഷിക്കപ്പെടണം, അത് ശേഖരിക്കണം എന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ ബാക്കി 4, പ്രതിഷേധക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചത് സംരക്ഷിക്കണം. ഇവ ഒരു കാരണവശാലും പുറത്തുവിടരുത്. എത്ര കൃത്യമാണ്! ഒരാൾ ക്രൈം നടത്തി, അവിടെ കിട്ടിയിട്ടുണ്ട് വിവരങ്ങൾ, വ്യക്തിഗതമായ വിവരങ്ങൾ കിട്ടി, അതൊരു കാരണവശാലും ചോർന്ന് മീഡിയയ്ക്കോ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലോ ഒന്നും പോകരുത്. അതെങ്ങനെ? ഇപ്പോൾ CJPയുടെ ഈ സൗരവ് ദാസ് ഉണ്ടല്ലോ, വക്താവ് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങും,
അവരുടെ വിവരങ്ങൾ അതിൽ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അവരെ സഹായിക്കാനായിട്ട് മറ്റു അഭിഭാഷകർ രംഗത്തെത്തണം എന്ന് പറയുന്നു. സുപ്രീം കോടതി വിധിയുടെ ലംഘനം, നിർദ്ദേശത്തിന്റെ ലംഘനമാണ് അതൊക്കെ. അതാ പറഞ്ഞു, അവർ വളരെ പരസ്യമായിട്ട് പറയുകയാണ്. അതാ വിവരക്കേടാണ്. അതായത് ഒരു മണ്ണും പിണ്ണാക്കും അറിഞ്ഞിടാത്ത കുറേ മുലകുടി മാറാത്ത പിള്ളേർ ആരോ കാള പെറ്റെന്ന് കേട്ട ഉടനെ കയറും എടുത്ത് ഇറങ്ങിയിരിക്കുക. ആരോ കത്തിച്ചു കൊടുത്തു. അതും കൊണ്ട് നേരെ ഡൽഹിയിൽ വന്ന് മോദിയെ ഇപ്പം താഴെ ഇറക്കാം എന്ന് പറഞ്ഞാണ് വന്നത്. വന്നവർ എങ്ങനെ തിരിച്ചു പോയി എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഇത് ഒരു കാരണവശാലും ഒരു വ്യവസ്ഥാപിതമായി ഈ രാജ്യത്ത് ഇത് തുടങ്ങി വെച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. ഇന്ന് അതിൻ്റെ ബാക്കി പത്രമാണ് ഇത്. ഈ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ച ഈ അരാജക രാഷ്ട്രീയത്തെ, ഇത് അരാജകവാദ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫലപ്രദമായി, ഇൻക്ലൂഡിങ് ബി ജെ പി ഫലപ്രദമായി നേരിടാൻ കഴിയാത്തതാണ്. ആ നേരിടാൻ കഴിയാത്തതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണിതൊക്കെ. നോക്കൂ, ചെറുപ്പക്കാരെ, കുട്ടികളെ പറഞ്ഞിളക്കി അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് സമരരംഗത്തേക്ക് എത്തിച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമരം. അത് ചീറ്റിപ്പോയി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടുകൂടി അത് ചീറ്റിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനാരാണ് ശരിയായ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരവാദികളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇവർക്ക് എന്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്? ഈ സമരം നടത്തി ഇവർ പറയാണ് അത് സമരത്തിൽ നുഴഞ്ഞു കയറി അക്രമം നടത്തി. ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഈ സമരം നയിച്ച ഒരു ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സമരം, അല്ലെങ്കിൽ ഒരു ഒറ്റയാൾ സമരം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമരത്തിന് ഒരു ഉത്തരവാദിയുണ്ട്. എപ്പോഴും നുഴഞ്ഞു കയറി എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെടണം. അത്രയേ ഉള്ളൂ. അതിൻ്റെ വിശദമായ കോടതി ഈ കാര്യങ്ങളല്ല, അതായത് 2873 ക്രിമിനലുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി പോലീസ് അതൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്രയും കർശനമായ 4 നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ കേസിൽ പെടുത്തരുത്. 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു ചരിത്രമില്ലാത്ത ആൾക്കാരെ കേസിൽ പെടുത്തരുത്. എന്നാൽ അതേസമയം കുറ്റകൃത്യ ചരിത്രമുള്ളവരെ വെറുതെ വിടുകയും അരുത്. അവർക്കെതിരെ കേസ് അന്വേഷണം നടക്കണം. അതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചിട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നോക്കൂ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു അന്വേഷണം വേണ്ടേ? അന്വേഷണം പോലും വേണ്ട. ഞങ്ങളിവിടെ എന്ത് തോന്നിയാസവും കാണിക്കും, ചോദിക്കാൻ ഒരു പട്ടിയും വരരുത് എന്ന മട്ടിലാണോ സംസാരിക്കേണ്ടത്? അതാണോ ശരി? അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു സുപ്രീം കോടതി വെല്ലുവിളിക്കുകയാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നികൃഷ്ടമായ രീതിയിലാണ്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നല്ലോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു വാക്കിൽ നിന്നാണല്ലോ ഇവര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെയാണ് പറഞ്ഞത്? വ്യാജ സർവകലാശാലകളിൽ നിന്ന് വ്യാജ ഡിഗ്രികൾ കരസ്ഥമാക്കി പിന്നെ വക്കീലായും ഡോക്ടറായും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പല ആൾക്കാരും രാജ്യത്തുണ്ട് അല്ലേ? അങ്ങനെ വരുന്ന ആൾക്കാർ, അതായത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ UGCയുടെ സംവിധാനങ്ങളിൽ നിന്നോ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടി വരുന്നവരെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വ്യാജ ഡിഗ്രികൾ. അങ്ങനെ വരുന്നവരെയാണ് പാറ്റകളെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിശേഷിപ്പിച്ചത്. പാറ്റകൾ ഇങ്ങനെ കരണ്ട് തിന്നുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പം തന്നെ ഇവർക്ക് ഈ സുപ്രീം കോടതിയോട് എത്ര ബഹുമാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കൂ, ഇവർ ആക്രമിച്ചിരിക്കുന്നത് പാർലമെൻറ്റിനെയോ നരേന്ദ്രമോദിയെയോ നമ്മുടെ ലെജിസ്ലേച്ചറിനെയോ എക്സിക്യൂട്ടീവിനെയോ ഒന്നുമല്ല. അവരാക്രമിച്ചിരിക്കുന്നത് ജുഡീഷ്യറിയെയാണ്. ഒരു കാരണവശാൽ ഇതിൽ ജുഡീഷ്യറി എടുക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ അനുസരിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അനുസരിക്കില്ല എന്നാണ്. കടുത്ത ഈ വാഹനം കത്തിച്ചതും വാഹനം തരുത്തവർക്ക് ഉൾപ്പെടെയുള്ള കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കെതിരെ, ക്രിമിനൽക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ അല്ല ക്രിമിനൽക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താലും ഇവർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കില്ല. നിങ്ങൾ അപ്പോൾ പോലീസ് അപ്പോൾ എന്താ ഇത് വീണ്ടും സമരം എവിടെ? ഇപ്പോൾ ഇന്നിപ്പോൾ ഹൈദരാബാദിൽ മെഴുകുതിരി പ്രകടനമുണ്ട്. ഇവരെന്തിനാ ഈ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിൽ പോയത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഡൽഹിയിലല്ലേ സുപ്രീം കോടതി, ഡൽഹിയിലല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ പുറകിൽ വേറൊരു ആസൂത്രിതമായ ചില പദ്ധതികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഹൈദരാബാദിൽ മെഴുകുതിരി പ്രകടനം, ഇനിയിപ്പം മറ്റന്നാൾ ചെന്നൈയിൽ വേറെ എന്തെങ്കിലും ഒരു പ്രകടനം, ബാംഗ്ലൂർ ഒരു പ്രകടനം. നിങ്ങൾ സമരം ചെയ്തത് ഡൽഹിയിൽ,
സുപ്രീം കോടതി ഇരിക്കുന്ന ഡൽഹിയിൽ സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കണം, ഇന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോടതി ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ എന്ന് വെച്ചാൽ സർക്കാരിനും പോലീസിനും ഒന്നും സ്വാധീനിക്കാൻ കഴിയാത്ത, അവരുടെ ഇടപെടലുണ്ടാകാത്ത ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുമെന്നല്ലേ കോടതി പറഞ്ഞത്. ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും. സർക്കാർ അതിനെ അംഗീകരിച്ചു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമാണ്. കാരണം അവർക്ക് ഭയക്കേണ്ടതായിട്ടൊന്നുമില്ല. സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല, ഡൽഹി പോലീസ് അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേട് നടത്തിയിട്ടില്ല, എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡൽഹി പോലീസിൻ്റെ വക്കീലും ഗവൺമെൻറ്റിൻ്റെ വക്കീലും ഒക്കെ പറഞ്ഞു സ്വാഗതം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കട്ടെ. അപ്പോൾ ആ അന്വേഷണത്തെ ഇവർ ഭയപ്പെടുന്നെങ്കിൽ there is something behind this. ഇവർക്ക് ഒളിക്കാൻ എന്തൊക്കെയോ ഉണ്ട്. ഈ കൂറകൾക്ക് ഒളിക്കാൻ എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു. ആ ഗൂഢാലോചനയൊക്കെ പുറത്തു വരുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ ഞങ്ങൾ അനുസരിക്കില്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നത്. ഇത് ഈ അംഗീകരിക്കില്ല എന്ന് പറയാൻ ഇവരാരാ ഈ രാജ്യത്ത്? ഈ രാജ്യത്ത് ഭരണഘടനയും നമ്മുടെ നിയമവാഴ്ചയും നിലനിൽക്കുന്ന രാജ്യത്ത് ഞാൻ ഇവിടുത്തെ നിയമം അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ കോളറെ തൂക്കി അകത്തിടണം. ഇന്നലെ ഒരു 24 ഒരു ചർച്ചയിൽ ഒരു CJPയുടെ കേരളത്തിലെ വക്താവ് വളരെ ആവേശത്തോടെ പറയുന്നത് കേട്ടു. ഭരണഘടന എന്നൊരു വലിയൊരു പാറയാണ്, അല്ല നമ്മുടെ മുമ്പിൽ ഒരു വലിയ പാറയുണ്ട്. ഈ ഭരണഘടന ഒരു സ്പൂൺ കൊണ്ട് കൊട്ടിക്കളിക്കുന്നു, ഞങ്ങളൊരു കൂടം കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു തടസ്സത്തെ. അപ്പോൾ ഭരണഘടന ഒന്നും ചെയ്യുന്നില്ല. ഈ പാറ എന്ന തടസ്സത്തെ ഞങ്ങൾ CJPക്കാർ സ്പൂൺ കൊണ്ട് കൊട്ടിയ സമയത്ത്, സ്പൂൺ കൊണ്ട് കൊട്ടിയെങ്കിൽ അതിന് റിഥമുണ്ട്, അതിന് സമയക്രമമുണ്ട്, എല്ലാ തലത്തിലുമുള്ളൊരു പരിഗണനയുണ്ട്, തുല്യനീതിയുണ്ട്, അല്ലേ, ഒരു സന്തുലനമുണ്ട്. പക്ഷെ ഇവർ അതാണ് അവരുടെ മനസ്സിലാണ് ഭരണഘടന അവർക്കൊരു വിഷയമേ അല്ല. ഭരണഘടന കണ്ടിട്ടുണ്ടോ? അതെ, ഈ സമരത്തിന് വന്ന ആൾക്കാർക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും ഒന്നും ഒരു പിടിയില്ല. ഈ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് വളർന്ന് ഇതുവരെ എത്തിയത്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണ്, ആ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊന്നും ഒരു ധാരണയും ഇല്ലാത്ത കുറേ ആൾക്കാരാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്നവരാരായാലും ശരി, സുപ്രീം കോടതിയുടെ വിധിയെ നമുക്ക് വിമർശിക്കാനൊക്കെ ഇവിടെ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമില്ല. ആ വിധിയിൽ നമുക്ക് വിയോജിപ്പുകളുണ്ടാകാം ഒരു വിധിയിൽ. പക്ഷെ സുപ്രീം കോടതി ഇറ്റ്സെൽഫ് തന്നെ വിമർശിക്കുക എന്ന് വെച്ചാൽ അത് ഗുരുതരമായ നിയമലംഘനമാണ്. ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ളവരെ ആ നിയമത്തിൻ്റെ കരാളഹസ്തങ്ങൾ പിടികൂടുക തന്നെ വേണം. അവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കാരണം ഈ രാജ്യത്ത് നിയമവാഴ്ച തകർന്നു പോയാൽ 145 കോടി ജനങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കിടും. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിലേക്ക്, അരാജകത്വത്തിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിക്കരുത്. അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ ആരാണെങ്കിലും ശരി, അവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ വേണം. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, ഏത് മാധ്യമമാണെങ്കിലും ശരി, ഏത് കൂട്ടായ്മയാണെങ്കിലും ശരി, പ്രായപൂർത്തിയായതാണെങ്കിലും പ്രായപൂർത്തിയാകാത്തതാണെങ്കിലും നിയമം അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ. കോടതി ഇലക്ഷൻ എല്ലാവർക്കും ഒരുപോലെയാണ്. കോടതിയെ അനുസരിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇതാണ് എൻ്റെ ചോദ്യം. അതിന് കേന്ദ്ര സർക്കാർ കൃത്യമായ മറുപടി തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിഴവെന്ന് പറഞ്ഞാൽ, ഇത്രയും വിഷയം കത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് BJPയിൽ നേതാക്കളുടെ ആഹ്വാനം പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ റീൽസ് ഉപയോഗിച്ച് റീച്ച് കൂട്ടുക, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ചെയ്തതുപോലെ, ഈ CJPക്കാർ ചെയ്തതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരണം, ക്ഷേമ പരിപാടികൾ, വികസന, അങ്ങനെ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാമിൽ 40 ലക്ഷം ഫോളോവേഴ്സ് വന്നു. അത് വലിയൊരു കാര്യമാണോ? അല്ല, അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലല്ല, ഭൂമിയിലാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇരുതല മൂർച്ചയുള്ള വാളിനെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണം. അത് BJP ആയാലും കേന്ദ്ര സർക്കാരായാലും മോദി ആയാലും ആരായാലും ശരി, ഇതൊരു പ്രൊപ്പഗൻഡ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അറിവ് പങ്കുവയ്ക്കാനും അറിവ് നേടാനും കഴിയുന്ന ഒരു മേഖലയാണ്. അതിനകത്ത് അതുകൊണ്ട് തന്നെ വ്യാജമായ വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരും, തെറ്റായ അറിവുകൾ വരും. അതുകൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഉണ്ടാക്കലല്ല നമ്മുടെ ഭരണകൂടത്തിൻ്റെ പണി. അതല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം.
അത് കൈവിട്ട് പോയിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. നേഷൻ ആണ് ഫസ്റ്റ്, രാജ്യമാണ് ആദ്യം, രാഷ്ട്രമാണ് ആദ്യം. അതിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെയും വളരാൻ അനുവദിക്കരുത്. വളരാൻ പോയിട്ട് തല പൊക്കാൻ പോലും അനുവദിക്കരുത്. അടിച്ചമർത്തണം. നിയമം ഉപയോഗിച്ച് സാധ്യമായതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.